പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മാത്രവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന് വൈകനത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യ പരിഗണനത്തിന് ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായി നീക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും. അനുദിനം അങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനുമെന്നെന്നും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയും സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി നീക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരീക്ഷയുമേകുന്നു. എൻ്റെ കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തെയും പരിപാലിക്കുന്നവനുമാകുന്നു. സകലത്തിൻ്റെയും നാഥായി നീക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യ
പുണ്യം നീ ചൊരിയണമേ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനുദവിധം എപ്പോഴും ഞങ്ങളോട് കരുണ കാണിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ ശ്രവിക്കുവിൻ. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 18, 19, 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ 3-ാം മാസം 1-ാം ദിവസം ഇസ്രായേൽക്കാർ സീനായ് മരുഭൂമിയിലെത്തി. അവർ റഫീദീമിൽ നിന്ന് പുറപ്പെട്ട് സീനായ് മരുഭൂമിയിൽ പ്രവേശിച്ച് മലയുടെ മുൻവശത്ത് പാളയമടിച്ചു. മോശ ദൈവസന്നിധിയിലേക്ക് കയറി ചെന്നു. കർത്താവ് മലയിൽ നിന്ന് അവനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു: യാക്കോബിൻ്റെ ഭവനത്തോട് നീ പറയുക, ഇസ്രായേലിനെ അറിയിക്കുക, ഈജിപ്തുകാരോട് ഞാൻ ചെയ്തതെന്തെന്നും കഴുകന്മാരുടെ ചെറുകുകളിൽ സംഭവിച്ച് ഞാൻ നിങ്ങളെ എങ്ങനെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നുവെന്നും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങളെൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. കാരണം ഭൂമി മുഴുവൻ എൻ്റേതാണ്. നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായിരിക്കും. ഇവയാണ് ഇസ്രായേൽക്കാരോട് നീ പറയേണ്ട വാക്കുകൾ. മോശ ചെന്ന് ജനത്തിലെ ശ്രേഷ്ഠന്മാരെ വിളിച്ച് കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം അവരെ അറിയിച്ചു. ജനം ഏകസ്വരത്തിൽ പറഞ്ഞു: കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തുകൊള്ളാം. ജനത്തിൻ്റെ മറുപടി മോശ കർത്താവിനെ അറിയിച്ചു. ദൈവമായ കർത്താവിനെ സ്തുതി. സർവജ്ഞനായ ഭരണകർത്താവൻ തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മരണീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1 മുതൽ 5 വരെ വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി ദൈവവുമായി സമാധാനത്തിലായിരിക്കാം. നമുക്ക് കൈവന്നിരിക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശയിൽ നമുക്ക് അഭിമാനിക്കാം. മാത്രമല്ല, നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു. എന്തെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്നു നാം അറിയുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ോടുകൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 16, 12 മുതലുള്ള തിരുവചനങ്ങൾ. ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അവൻ സ്വമേധയായിരിക്കുകയില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്. അതുകൊണ്ടാണ് എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കുമെന്ന് ഞാൻ പറഞ്ഞത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് തിരുസഭയിൽ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. അതായത് പെന്തക്കോസ്ത ഞായറാഴ്ച കഴിഞ്ഞാൽ പിറ്റേ ഞായറാഴ്ചയാണ് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ. ഇന്ന് സഭയിൽ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 16-ാമത്തെ അധ്യായം 12 മുതൽ 15 ഉൾപ്പെടെയുള്ള വചനങ്ങൾ ഇപ്പോൾ വായിച്ചത്. ഈ വചനങ്ങൾ നമുക്ക് ഒറ്റ വാചകത്തിൽ അല്ലെങ്കിൽ ഒറ്റ വായനയിൽ മനസ്സിലാക്കാൻ എളുപ്പമല്ല. നമ്മളിത്
കഴിഞ്ഞ ദിവസങ്ങളിൽ ദിവസങ്ങളിൽ ഒരു ദിവസം കുർബാനയ്ക്ക് വായിച്ചതാണ്. കർത്താവ് പറഞ്ഞത് ഇത്ര മാത്രമാണ്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 15, 16, 17 ഈ 3 അധ്യായങ്ങൾ ഈശോ ശിഷ്യന്മാരുമായി സംസാരിക്കുന്ന, അല്ലെങ്കിൽ ശിഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ ശിഷ്യന്മാരുമായിട്ടുള്ളൊരു അടുപ്പം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു തിരുവചന ഭാഗമാണ്. ഇതിൽ ഈശോ പറയുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷേ അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ സത്യാത്മാവ് വന്നു കഴിയുമ്പോൾ മാത്രമാണ് നിങ്ങൾക്കത് മനസ്സിലാവുക. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഏറ്റവും ഒടുവിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്. അതുകൊണ്ടാണ് എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കുമെന്ന് ഞാൻ പറഞ്ഞത് എന്നാണ് തിരുവചനം പറയുക. അപ്പോൾ ഇവിടെ ഈശോ തന്നെ സൂചിപ്പിക്കുന്നു, ഒപ്പം തന്നെ തൻ്റെ പിതാവിനെ സൂചിപ്പിക്കുന്നു. തൻ്റെ പിതാവിൽ നിന്ന് എനിക്കുള്ളതെല്ലാം എൻ്റെ നിന്ന് നിങ്ങൾക്ക് തരുന്നു. അത് പരിശുദ്ധാത്മാവാണ്. അപ്പം ഞങ്ങൾ സെമിനാരിയിലൊക്കെ പഠിക്കുന്ന സമയത്ത്, ഇപ്പോൾ ഡീക്കനച്ചൻ ഇനിയിപ്പോൾ അവസാന കാലഘട്ടത്തിലേക്ക് ഇനി പോകാൻ പോവുകയാണ്. ഇതുകൊണ്ട് ഈ ദിവസങ്ങളിൽ 31-ാം തീയതി അദ്ദേഹത്തിൻ്റെ വെക്കേഷനൊക്കെ തീരും. അത് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും സെമിനാരിയിൽ ചെന്ന് അവസാനത്തെ കുറച്ച് പഠനങ്ങളൊക്കെ ഉണ്ട്. ഇന്നും ഈ തിയോളജിയിൽ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. അത് നിങ്ങൾക്കറിയാമല്ലോ. ഈ ദൈവശാസ്ത്രം പഠിക്കുമ്പോൾ ഒരുപാട് വിഭാഗങ്ങളുണ്ട്, ഓരോരോ ഘടകങ്ങളുണ്ട്. അതിൽ ഫെയ്ത്ത്, മോറൽസ്, അതായത് വിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ, ധാർമ്മികമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ ഈ ദൈവശാസ്ത്ര തത്വങ്ങൾ, അതിന് ഡോഗ്മ എന്നാണ് വിളിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു പഠനമുണ്ട്. അതിനെ പറയുന്നത് ട്രിനിറ്റി എന്നാണ്, ത്രിത്വം. അതുമാത്രം ഒരു സബ്ജക്റ്റുണ്ട് പഠിക്കാൻ വേണ്ടി. ഒരു 2 ക്രെഡിറ്റ് കോഴ്സ് എന്ന് പറഞ്ഞാൽ 15, 30 ക്ലാസ്സുകളിൽ അതിനുണ്ടാവും. അതിന് പറയുന്ന പേര് ട്രിനിറ്റി എന്നാണ്. അപ്പോൾ ഞങ്ങൾക്ക് അന്ന് പഠിപ്പിച്ചിരുന്നത് ഇപ്പോഴത്തെ നമ്മുടെ തൃശ്ശൂരത്തെ സഹായമത്തനായിട്ടുള്ള ടോണി നീലങ്കാവിൽ പിതാവാണ്. അദ്ദേഹം ബെൽജിയം യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ ട്രിനിറ്റിയിൽ ഡോക്ടറേറ്റ് കഴിഞ്ഞതാണ്. ട്രിനിറ്റിയിൽ ഡോക്ടറേറ്റ്. ഇവിടെ 30 ക്ലാസ് തീർക്കാൻ തന്നെ ഞങ്ങൾ പെട്ട പാട് ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെപ്പാടിയൊരു പുകയാണ്, ഒന്നും മനസ്സിലാവില്ല. പക്ഷെ ഒരു കാര്യം മാത്രം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അതായത് ഈ സംഭവത്തെ ഒന്ന് അവതരിപ്പിക്കാനായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് സുപരിചിതമായിട്ടുള്ള ഒരു സാധനം നമ്മുടെ ഇവിടെ ചുറ്റുവട്ടത്തുണ്ട്. അത് റബ്ബർക്കായാണ്. എന്താണ് റബ്ബർക്ക? ഈ റബ്ബറിൻ്റെ കായ കണ്ടിട്ടില്ലേ? ഈ റബ്ബറിൻ്റെ കായയുടെ ഉള്ളിൽ 3 എണ്ണം ഉണ്ട്. നിങ്ങൾ പൊളിച്ചു നോക്കി അറിയാം. കുട്ടികളൊക്കെ ഇത് പൊളിച്ചു നോക്കിയിട്ടുണ്ടാവോ? അപ്പോൾ ഈ റബ്ബർ കായയുടെ ഉള്ളിൽ 3 കുരുണ്ട് അതിൽ. ഞാൻ പറയുന്നത് ശരിയല്ലേ? അതെ, ശരിയാണ്. ഇത് പൊളിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ 3 കുരുണ്ട്. എന്ന് പറഞ്ഞ് ഈ റബ്ബർ കായയുടെ ഉള്ളിൽ എങ്ങനെയാണോ 3 കുരു ഇരിക്കുന്നത്, അതുപോലെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, പുറത്തൊരു തോട്. പക്ഷെ അപ്പോഴും ഈ ത്രിത്വത്തെ, പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഇത് എങ്ങനെ മനസ്സിലാക്കും? ഇവർ ഈ ഒരു കുരുയുടെ ഉള്ളിൽ ഇരിക്കുന്നത് പോലെയാണോ? ഇവിടെ തമ്പുരാൻ പറയുന്നു, എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങൾ പ്രഖ്യാപിക്കും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അപ്പോൾ പിതാവിൽ നിന്ന് എനിക്ക് കിട്ടുന്നു, എൻ്റെ നിന്ന് പരിശുദ്ധാത്മാവിന് കിട്ടുന്നു എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കും. പക്ഷെ എന്നാൽ അങ്ങനെയല്ല താനും. എന്നാൽ ഇവരൊക്കെ വ്യത്യസ്തമായ സ്വഭാവങ്ങളുള്ളവരാണ്. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കണേ. അതായത് ഏക ദൈവം മാത്രമേ ഉള്ളൂ. അതാണ് റബ്ബർക്കായുടെ പുറന്തോട്. അതിൻ്റെ 3 ദൈവങ്ങളുണ്ട്. എന്താണ്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ നമുക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇത് മനസ്സിലാക്കണമെങ്കിൽ സത്യാത്മാവ് വന്നാൽ മാത്രമേ അത് സാധിക്കൂ. പിന്നീട് പട്ടമൊക്കെ കിട്ടി ഇങ്ങനെ മുന്നോട്ട് പോയി. അപ്പോഴും ഈ പറയുന്ന പഠിച്ച കാര്യങ്ങളൊക്കെ, ട്രിനിറ്റിയുമായി ബന്ധപ്പെട്ട ഡോഗ്മാസൊക്കെ മനസ്സിൽ നിന്ന് പോയി. പക്ഷെ ഒരു കാര്യം വളരെ കൃത്യമാണ്. എന്താണ്? ദൈവിക സാന്നിധ്യത്തെയും ആ ദൈവിക സാന്നിധ്യത്തെ മുന്നോട്ട് നയിക്കുന്ന ആത്മാവിനെയും അത് കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ചിലപ്പോൾ ചില അവസരങ്ങളിൽ ഞാൻ നിങ്ങളോട് തന്നെ പറഞ്ഞിട്ട്, പ്രസംഗം ഒരുങ്ങിയതല്ല പിന്നീട് ചിലപ്പോൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ചില അവസരങ്ങൾ, ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ
കൃത്യമായി ഒരുക്കി വന്നിട്ട്, പക്ഷേ ഈ സുവിശേഷം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തന്നെ പലപ്പോഴും സുവിശേഷം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരുക്കി വെച്ചതിനപ്പുറത്ത് കുറേ കാര്യങ്ങൾ പറയാനായിട്ട് തോന്നാറുണ്ട്. സത്യത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ കൃപയും അഭിഷേകവും ഉണ്ടെങ്കിലാണ് നമുക്ക് വചനത്തെ ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ, വചനത്തെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ, ദൈവത്തെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ, ദൈവ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് സ്നേഹമുള്ളവരെ, ഏത് പ്രാർത്ഥന എടുത്താലും ആ പ്രാർത്ഥനയിൽ ഒരു വലിയ ആത്മീയ ചൈതന്യം ഉണ്ടാകണമെങ്കിൽ അവിടെ ആത്മാവിൻ്റെ അഭിഷേകമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിലലിയുന്ന പഞ്ചസാര പോലെയാണെന്നാണ് പെട്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ നമ്മൾ ഈ റബ്ബർക്കായും അതുപോലെ തന്നെ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ് ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലായി എന്ത്, ആത്മാവ് പഞ്ചസാര പോലെ അലിയുന്ന ഒരു സംഗതിയാണെന്ന്. കാരണം പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവുണ്ട്. ലയിപ്പിക്കുന്ന ഒരു ഘടകമാണ് പരിശുദ്ധാത്മാവ്, ലയിപ്പിക്കുന്നൊരു ഘടകം, പിതാവിനെയും പുത്രനെയും ഒക്കെ ഒരുമിച്ച് ചേർക്കുന്നൊരു ഘടകം. അപ്പോൾ അതേപോലെ തന്നെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു വ്യക്തിയായിട്ട് നിൽക്കുന്നു. പ്രാവിൻ്റെ രൂപത്തിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ, അഗ്നിയുടെയും തീനാളങ്ങളുടെയും ഒക്കെ രൂപത്തിൽ കണ്ടിട്ടുള്ളൂ. അദ്ദേഹം അരൂപിയാണ്, അദ്ദേഹത്തിന് മുഖമില്ല, ആകെയുള്ളൊരു മുഖം യേശുവിൻ്റേതാണ്. യേശുവിനെയാണ് നമ്മൾ ഒരു മനുഷ്യരൂപമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൂ. പുത്രനായ ദൈവത്തെ മാത്രം, പിതാവിനെ കണ്ടിട്ടില്ല, പരിശുദ്ധാത്മാവിനെ കണ്ടിട്ടില്ല. ഒരു വ്യക്തി രൂപമായിട്ട് ആകെ കണ്ടിരിക്കുന്നത് യേശുവിനെയാണ്. ആ യേശുവാണ് പറയുന്നത്, എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു. നോക്കിക്കേ, എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു. നിങ്ങൾ മുകളിൽ ഈശോ, കുരിശിൽ ഈശോയുണ്ട്, ഏറ്റവും മുകളിൽ നമ്മുടെ പിതാവായ ദൈവമുണ്ട്. ഈ പിതാവായ ദൈവത്തിനെ അവതരിപ്പിക്കുമ്പോൾ താടി ഉണ്ടാവും. ഈ താടി വടിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഈശോയാവും. നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ, ഈശോയ്ക്ക് ഫുള്ള് നല്ല താടിയും നരച്ച താടിയൊക്കെ ഉണ്ടെങ്കിൽ അത് പിതാവാണ്, സ്വന്തം അപ്പനല്ലേ. അപ്പൻ്റെ ചായ മകൾക്ക് കിട്ടാണ്ടിരിക്കുമോ? അപ്പോൾ പരിശുദ്ധാത്മാവും ഏകദേശം ഇതേപോലൊക്കെ തന്നെ ഇരിക്കും. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ രൂപം നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ സ്നേഹമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം ഇതാണ്. പിതാവ്, പുത്രനും പരിശുദ്ധാത്മാവ്, ഇവർ മൂന്ന് പേരും ഒരുപോലെ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് രക്ഷാകര പദ്ധതി പൂർത്തിയാക്കിയത്. കാൽവരിയിലെ കുരിശുമലയിൽ ഈശോ കിടന്ന് മരിച്ചപ്പോൾ പാഷൻ ഓഫ് ക്രൈസ്റ്റിൽ ഒരു കണ്ണീരിൻ്റെ ഒരു തുള്ളി നിലത്ത് വീഴുന്നുണ്ട്. ആ കണ്ണീരിൻ്റെ ആ ഒരു തുള്ളി നിലത്ത് വീണ് കഴിയുമ്പോൾ പാറകൾ പിളരുന്നു, ഭൂമി പിളരുന്നു, ജെറുസലേം ദേവാലയത്തിലെ തിരശ്ശീല നെടുകെ കീറിപ്പോകുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? പിതാവിൻ്റെ ഒരു കണ്ണുനീർ. അപ്പൻ കരയുകയാണ് മകൻ കിടന്ന് വിഷമിക്കുമ്പോൾ, മരിച്ചു പോകുമ്പോൾ. സ്നേഹമുള്ളവരെ, ഈശോയെ നാം കാണുമ്പോഴും ഈശോയെ സ്നേഹിക്കുമ്പോഴും അവൻ എൻ്റെ ദൈവമാണെന്ന് ഏറ്റു പറയുന്നതാണ് യഥാർത്ഥത്തിലുള്ള ത്രിത്വിക ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അനുസ്മരിക്കുക. അവിടെയാണ് കർത്താവ് പറഞ്ഞ്, എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നുവെന്ന് പറയുന്നു. സ്നേഹമുള്ളവരെ, ഇത് നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ ആത്മാവിൻ്റെ അഭിഷേകം കൂടിയേ തീരും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, സത്യാത്മാവ് വരുമ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാൻ സാധിക്കും. അതുകൊണ്ട് ഇന്നത്തെ ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് മറ്റൊന്നുമല്ല, പഠനങ്ങളും വിശ്വാസ സത്യങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് ഒരു ദൈവിക സാന്നിധ്യമുണ്ട്. ആ ദൈവിക സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നത് ഈശോയിലാണ്. ആ ഈശോ വിശുദ്ധ കുർബാനയിലൂടെ ഓരോ ദിവസവും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നു. അങ്ങനെ ഞാൻ ദിവ്യകാരുണ്യമായി ഈശോയെ സ്വീകരിക്കുമ്പോൾ എൻ്റെ പിതാവിനെ ഞാൻ അറിയുന്നു, പരിശുദ്ധാത്മാവിനെ ഞാൻ സ്വീകരിക്കുന്നു എന്നുള്ളൊരു ബോധ്യമുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ദിവ്യകാരുണ്യത്തിൽ ഈ ത്രിത്വിക ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് തിരിച്ചറിയുക. സ്നേഹമുള്ളവർ, ഇന്നത്തെ ഈ വിശുദ്ധ കുർബാനയിൽ നമുക്കതിനെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ കൃത്യമായത് മനസ്സിലാക്കിയവളാണ്. ഈ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ തിരുനാളിന് നമ്മൾ ഒരുങ്ങുകയാണ്. 31-ാം തീയതി വണക്കമാസ കാലകൂടൻ തിരുനാളാണ്. പരിശുദ്ധ അമ്മയുടെ തിരുനാളെന്ന് ഒരുങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതും, ഈ അമ്മ ഉദരത്തിൽ വഹിച്ചത്, ഈ അമ്മ സ്നേഹിച്ചത് ഈ ദൈവത്തെയായിരുന്നു. അവൾക്ക് നൽകിയ, അല്ലെങ്കിൽ അവളോട് പറഞ്ഞ ഉത്തരവാദിത്വം കൊടുത്ത അതേ ദൈവം തന്നെയാണ്, ആ ദൈവത്തെ തന്നെയാണ് അവൾ ഉദരത്തിൽ വഹിച്ചത്. അത് അവൾക്ക് ബോധ്യമുണ്ട്. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം.
എങ്കിലാണ് ദൈവിക സാന്നിധ്യവും ദൈവിക അനുഭവത്തിലും നമുക്ക് വളരാൻ സാധിക്കുകയുള്ളൂ. അതിന് വലിയ കൃപയ്ക്ക് വേണ്ടി ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓർക്കുക, ഓരോ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴും ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോഴും അവിടെ ദൈവിക സാന്നിധ്യം തിരിച്ചറിയാൻ, ത്രിത്വിക ദൈവത്തിൻ്റെ അനുഭവം ഉണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്നപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദരിദ്രരോടും സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എന്നരുൾ ചെയ്ത മിശിഹായെ, സുവിശേഷ ഭാഗ്യങ്ങൾക്കൊത്ത വിധം ജീവിച്ചുകൊണ്ട് നിന്റെ സത്യത്തിന് സാക്ഷികളാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ പിതാവായ മാർ തോമസ് ശ്ലീഹായുടെ മാതൃകയനുസരിച്ച് സത്യവിശ്വാസത്തിനു വേണ്ടി മരിക്കാൻ സന്നദ്ധരായ അനേകം പ്രേക്ഷിതരെ സഭയ്ക്ക് നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിശുദ്ധ കൂദാശയിലൂടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ പൗത്രീകരിക്കുകയും ദൈവിക ജീവൻ നൽകുകയും ചെയ്യുന്ന കർത്താവെ, കൗദാശിക ജീവിതത്തിലൂടെ വിശുദ്ധിയിൽ വളരാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പീഡനങ്ങളിലും ക്ലേശങ്ങളിലും സ്നേഹന്മാർക്ക് പ്രത്യാശയും ധൈര്യവും പ്രദാനം ചെയ്യാൻ പരിശുദ്ധാത്മാവിനെ നൽകിയ കർത്താവെ, ജീവിത ക്ലേശങ്ങളുടെ മധ്യേ വസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശയും ധൈര്യവും നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും ഞങ്ങളുടെ കടങ്ങളും പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും സകലത്തിൻ്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കരാക്കടിയെ കളയട്ടെ. കർത്താവിന്റെ കൃപയാൽ അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. മിശിഹാ കർത്താവിൻ തിരുമൈ നിറവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളുടണയുക നാം അഖിലരുമൊന്നായി സന്നിധിയിൽ വാനവനിരയോടു ചേർന്നേവം പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യാമറിയത്തിൻ്റെയും നീതിമാനായ മറിയൂസഫിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർ തോമസ് ശ്ലീഹയുടെ ഓർമ്മയോടുകൂടെ വിജയവരിച്ച നീതിമാന്മാരുടെയും മകടും ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായിയും. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികളുമുള്ള അതിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ ഈശ്വരമാകുന്നു. അവിടുന്ന് വഴി
പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിലും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈവികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. നമുക്കൊരു നിമിഷം സ്തോത്ര കാഴ്ചയ്ക്കായി ഒരുങ്ങി പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ പങ്ക് സ്വീകരിച്ച് കൂടുതൽ സന്തോഷത്തിലും സമാധാനത്തിലും ഐശ്വര്യത്തിലും ഞങ്ങളെ വളർത്തണമേ. എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അസുഖങ്ങളും ഞങ്ങളെ സംരക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ കാവൽ മാലാഖമാരെ, വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. പാത്രഗീസ്മാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപൊലിത്തന്മാരും മെത്രന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷിക്കും, സ്വർഗരാജ്യത്തിൽ നിത്യജീവനം കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സമ്മലിതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ദിവരഹസ്യങ്ങളിൽ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും നീ ഞങ്ങളെ യോഗ്യരാക്കുന്നുവല്ലോ. അങ്ങ് നൽകുന്ന ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടെ ഉറച്ച വിശ്വാസത്തോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളേവരെയും ശക്തരാക്കണമേ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപുറന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെയും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രാഹാമിനെ ഇസ്ഹാക്കിനെ യാക്കോബിനെയും ദൈവമേ, ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അത് ന്യായയുക്തവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ, സ്വർഗവാസികളുടെ ആയിരങ്ങളും ആരാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേക്കും പെട്ട് ആരാധിക്കുന്നു. അഗ്മേനും അരുമരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധനും അരൂപികളുമായ ക്രോവന്മാരോടും സറാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു.
സ്വർഗം തുറക്കുന്ന സമയമിതാ, സ്വർലോകരണയും നിമിഷമിതാ. സ്വർഗം തുറക്കുന്ന സമയമിതാ, സ്വർലോകരണയും നിമിഷമിതാ. മാലാഖമാരും സകല വിശുദ്ധരും ഒന്നായി പാടുന്നു ഹോശാന. പരിശുദ്ധൻ പരിശുദ്ധൻ മഹോന്നതനീശൻ, പരിശുദ്ധൻ 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 അത്യുന്നതനീശൻ, പരിശുദ്ധൻ. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിവരായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഇപ്പോൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥാ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. കർത്താവേ, ശക്തനായ ദൈവമേ, മാർ ഫ്രാൻസിസ് പാപ്പാക്കും മാർ ആഫിൽ തട്ടിൽ ശ്രേഷ്ഠമിത്രാപുലിതാക്കും മാർ ആൻഡ്രൂസ് മിത്രാപുലിതാക്കും മാർ പൗളി മിത്രാനും പുരോഹിതന്മാർ ശംശാനമർ സമർപ്പിതരമായ പരിശുദ്ധ ഭരണകർത്താക്കൾ മേലധികാരികൾ സന്യസ്തർ വേദി വിദ്യാർത്ഥികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മനുഷ്യർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനും രോഗികളായ ആശുപത്രികളിലും വീടുകളിലും കഴിയുന്നവർക്കും മാരകമായ സുഖങ്ങളാൽ വിഷമിക്കുന്നവർക്കും വിദൂരസ്ഥലങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം ചോദിച്ചവർക്കും ഞങ്ങളുടെ മേൽ ഇന്ന് നടത്തപ്പെടുന്ന യുവജന സെമിനാറിൻ്റെ വിജയത്തിനും അതിന് നേതൃത്വം കൊടുക്കുന്നവരും അതുമായി ബന്ധപ്പെട്ടവരും അതിൽ കടന്നു വരുന്ന ഓരോ മക്കളെയും അത് നയിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട വൈദികർക്കും അയ്യൂകനായ എനിക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. പാവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു.
കുമ്പിടുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവശ്യത്തിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലും വലിയ പ്രത്യാശയും നിന്നെ പ്രതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. പൂജ്യമായിടും നിന്റെ നാമത്തിൽ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമെപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊതുവിധം എന്നോട് ചെയ്തോന്നണമേ. അങ്ങയുടെ കാരുണ്യാഗ്രഹത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായി, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനം രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോ തൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളുമോ, എന്നിൽ നിത്യം ജീവിക്കും. നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിൻ്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തരോട് സമീപിക്കാം. അണ്ടാബ്ദനാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് പാപങ്ങളെക്കുറിച്ച് പശ്ചാത്താപിച്ചു സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദേശത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദൈവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവെ, ഇവ ഞങ്ങളുടെ ശരീരത്തിലെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനം കാരണമാകട്ടെ, എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയനും പ്രസന്നവദനും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ചേർന്ന് അങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം
ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തോടുതാകുന്നു. ഏകപിതാ പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശുവും ശിഹായുടെ കൃപാവരും അവിടുത്തെ കാരുണ്യത്തിൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സ്വർഗരാജ്യത്തിലെ വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കാനും അവിടുത്തെ രക്തപാനം ചെയ്യാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവന് കാരണമാകട്ടെ. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവനന്യമായ ദാനത്തെക്കുറിച്ച് കർത്താവ് അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, പാപികളും ബലഹീനരും ഞങ്ങളെ പരിശുദ്ധ രൂഹായുടെ ദാനങ്ങൾ നൽകി അനുഗ്രഹിച്ച് ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാവരോടും സുവിശേഷം അറിയിക്കാൻ നിയോഗിക്കപ്പെട്ട ഞങ്ങളെ അങ്ങ് തിരുവചനത്താൽ പ്രകാശിപ്പിക്കുകയും ആത്മീയ ഭോജനത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്തു. അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് നിരന്തരം കൃതജ്ഞത അർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. കൈകൾ കൂപ്പി തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കാം. പിതാവായ ദൈവം തൻ്റെ അനന്തമായ സ്നേഹത്താൽ നമ്മെ സൃഷ്ടിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ അനുഗ്രഹിത ജനമേ, കർത്താവിൻ്റെ മേച്ചൽ സ്ഥലത്തെ അജഗണമേ, വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന് നിങ്ങളെല്ലാവരും മിശിഹായുടെ തിരുഹിതം നിറവേറ്റുന്നവരും സുവിശേഷ സന്ദേശം ലോകമെങ്ങും പ്രഘോഷിക്കുന്നവരുമാകട്ടെ. ദൈവിക രഹസ്യങ്ങളുടെ ഓർമ്മയാചരിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്ത നിങ്ങളെ അവിടുന്ന് തൻ്റെ രാജ്യത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ കുരിശിൻ്റെ സജീവമായ അടയാളത്താൽ നിങ്ങളെല്ലാവരും മുദ്രിതരും എല്ലാ ആപത്തുകളിൽ നിന്ന് സംരക്ഷിതരുമാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ.